അയ്യ വണക്കം. തിരുവനന്തപുരം മണ്ഡലം ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പി ആരെയായിരിക്കും നിർത്തുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയതാണ്. 3 ലക്ഷത്തിലേറെ വോട്ടുമായി കുമ്മനം രാജശേഖരനായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയത്. 4,16,000 ചില്ലുവാനം വോട്ടുമായി ശശി തരൂർ ജയിച്ചു കയറി എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ ആരായിരിക്കും നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ ശോഭനയായിരിക്കുമോ നിൽക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ സാക്ഷാൽ നിർമ്മലാ സീതാരാമൻ വന്ന് നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും പല ഒലികളായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് മുന്നോട്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപി ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശോഭന ഭാവിയിലെ രാഷ്ട്രീയ വാഗ്ദാനമാണ്. ശോഭന അവിടെ നിന്നും മത്സരിക്കണം. ശോഭനയ്ക്ക് വലിയ രാഷ്ട്രീയ ഭാവിയുണ്ട് എന്ന് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിയും ശോഭനയുമായും ഈ കാര്യം ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നത്. ശോഭന തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നത് എന്തുകൊണ്ടും മികച്ച ഒരു തീരുമാനമല്ലായിരിക്കും എന്നാണ് ഞാൻ പറയാനായിട്ട് വരുന്നത്. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ശോഭനയ്ക്ക് നിലം തൊടാൻ സാധിക്കില്ല. പിന്നെ എന്തിനാണ് ആ പാവത്തിനെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചൊരു ബഫൂണാക്കി പറഞ്ഞു വിടാൻ നോക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സംഘികൾ പോലും പറയില്ല ശോഭന തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചാൽ ജയിക്കുമെന്ന്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനും അതിൻ്റെ മുമ്പത്തെ തവണ ഒ രാജഗോപാലും നിന്ന് ശക്തമായി ആ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതും കൂടെ ഇത്തവണ ശോഭന നിന്ന് മത്സരിച്ചാൽ പോകും എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. കാരണം ശോഭന എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ല. ശോഭന നിന്ന് മത്സരിച്ച് ശോഭന തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി എന്തവിടെ പോയി മലമറിക്കാനാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പാവപ്പെട്ട സാധാരണക്കാരുടെ മനസ്സിൽ ആദ്യം തന്നെ ഉടലെടുക്കും എന്നുള്ളത് നിങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് ലോക്സഭാ ഇലക്ഷനാണ്, അല്ലാതെ നമ്മുടെ കമ്മികൾ പറയും പോലെ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പൊന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പെങ്കിലും ബി ജെ പി വളരെയധികം ഗൗരവത്തോടു കൂടി കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഈ സമയത്ത് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു മണ്ഡലത്തിൽ ഒരാളെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ ആ മണ്ഡലത്തിനെ കുറിച്ച് എക്കും പൊക്കും അറിയാത്ത ആരെ കൊണ്ട് മത്സരിപ്പിച്ച് ആ മണ്ഡലത്തിലുള്ള ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുമോ? ആ മണ്ഡലത്തിലെ ജനങ്ങളെ അവർക്ക് അറിയാമോ? ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് അവർക്ക് എന്തെങ്കിലും ആത്മബന്ധമുണ്ടോ? ഈ കാര്യത്തിൽ കേന്ദ്ര ബി ജെ പിയുടെ പല പ്രവർത്തനങ്ങളും മാതൃകാപരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തിരുവനന്തപുരം പോലുള്ള എപ്പിക് ആയിട്ടുള്ള ഒരു മണ്ഡലം ബി ജെ പിക്ക് സുഖമായിട്ട് പൂ പറിക്കും പോലെ പുഷ്പം പോലെ ഇങ്ങോട്ട് എടുക്കാം എന്നിരിക്കെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി ഇത്രയധികം ക്വാറൽസ് ബി ജെ പിക്കിടയിൽ നടക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ട് നിന്നുകൂടാ എന്ന് പല ആൾക്കാരും പണ്ട് പോലെ ചോദിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി തൃശ്ശൂർ നടത്തിയ പകുതി പ്രവർത്തനം തിരുവനന്തപുരത്ത് വന്ന് നടത്തിയില്ലെങ്കിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചു പോകുമായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് മുഴുവൻ, അതായത് കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ 3 ലക്ഷത്തിലേറെ വോട്ട് നേടി. അത് കഴിഞ്ഞ് ശശി തരൂർ 4,16,000 ചില്ലുവാനം വോട്ട് നേടിയാണ് ജയിച്ചു പോയത് അവിടെ നിന്നും. ഈ മിച്ചം വന്ന വോട്ടുകൾ, അതായത് ശശി തരൂരിന് ഭൂരിപക്ഷമായി കിട്ടിയ വോട്ടുകളൊക്കെ തിരുവനന്തപുരത്ത് എവിടെ നിന്നും കിട്ടിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കുമ്മനം രാജശേഖരനായിരുന്നു പല മണ്ഡലങ്ങളും എണ്ണുമ്പോൾ, പല നിയമസഭാ മണ്ഡലങ്ങളും എണ്ണുമ്പോൾ ശശി തരൂരിനെക്കാട്ടിലും മുന്നിട്ട് നിന്നത്. പക്ഷേ തീരദേശം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് തിരുവനന്തപുരത്ത്. ഈ തീരദേശത്തെ വോട്ടുകൾ അങ്ങോട്ട് എണ്ണി തുടങ്ങുമ്പോൾ എൻ്റെ മോനെ കോൺഗ്രസ് അങ്ങോട്ട് വച്ച് പിടിച്ചൊരു കയറ്റം അങ്ങോട്ട് കയറും. ആ തീരദേശത്തെ വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ആ തീരദേശത്തെ വോട്ടുകൾ സുരേഷ് ഗോപി വന്നു നിന്നാൽ പുഷ്പം പോലെ ഇങ്ങോട്ട് പോരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. എന്നിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മനുഷ്യനെ ആരാണ് തൃശ്ശൂർ കൊണ്ട് നിർത്തിയതെന്ന്. തൃശ്ശൂർ കൊണ്ട് ആരാണ് ഈ മനുഷ്യനെ നിർത്തിയത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ അന്തർധാരയൊക്കെ നമ്മൾ തപ്പിപ്പോകാൻ പോയാൽ നമ്മൾ പലതും തപ്പിപ്പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും തപ്പിപ്പോകുന്നില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്ത് പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇത്തവണയുള്ളത്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായിരുന്ന ആ പാവം മനുഷ്യനെ അവിടെ നിന്ന് വലിച്ചഴച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇലക്ഷന് നിർത്തി അങ്ങേരെ പൊട്ടിച്ചു വിട്ട്. കഴിഞ്ഞ തവണ ശബരിമല വിഷയമുള്ളത് കൊണ്ട് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് അങ്ങ് സ്വനത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് എല്ലാവരും വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിയത്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിൻ്റെ ആ ഒരു രീതി അനുവർത്തിക്കാത്തത് എന്താണ് എന്ന് നമ്മൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് തോറ്റു. സ്മൃതി ഇറാനി അവിടെ നിന്ന് തോറ്റ ശേഷം സ്മൃതി ഇറാനി എന്താണ് ചെയ്തത്? അമേഠിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവർക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്തു നരേന്ദ്രമോദി. എന്നിട്ട് അമേഠിയിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞു. അമേഠിയിൽ പോയി പ്രവർത്തിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് സ്മൃതി ഇറാനിയെ ഇഷ്ടമായി. രാഹുൽ ഗാന്ധിയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടി
അങ്ങനെ അമേഠിയിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ, തിയേറ്റർ പോലും സ്മൃതി ഇറാനി അവിടെ പ്രവർത്തിച്ച ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അടുത്ത തവണ സ്മൃതി ഇറാനി അവിടെ നിന്ന് പുഷ്പം പോലെ ജയിച്ചു. ജാതിയും മതവും വർഗീയതയൊന്നുമല്ല, പക്കാ വികസനമാണ് അവിടെ കാണിച്ചത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതേപോലെയാണ് സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ഈ തൃശ്ശൂർ പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഈസി ആയിട്ട് ജയിച്ചു പോകാൻ പറ്റില്ലേ എന്നുള്ളതായിരുന്നു. അതവിടെ നിൽക്കട്ടെ, വീണ്ടും ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇടുകയാണ്, കാരണം അമ്മാതിരി വിഷമമുള്ളതുകൊണ്ടാണ്. ഇനി അടുത്തത്, തിരുവനന്തപുരത്ത് ശോഭന, പാലക്കാട് ഉണ്ണി മുകുന്ദൻ, കൊല്ലത്ത് വേറെ ഏതെങ്കിലും നടൻ. അങ്ങനെയാണെങ്കിൽ വല്ല തമിഴ്നാട് രാഷ്ട്രീയവും പോലെ ആയിപ്പോവില്ല ഈ പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു കാര്യം. ചാലക്കുടി എന്നൊക്കെ പറയുന്ന ആ മണ്ഡലത്തിൽ ഇന്നസെന്റ് നിന്നാൽ ജയിക്കും. കാരണം CPM ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ് അവിടെ. ഏത് കുറ്റിച്ചൂലം നിർത്തിയാലും ജയിക്കും. പിന്നെ കഴിഞ്ഞ തവണ ഇന്നസെന്റ് ജയിക്കാതെ പോയത് പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം, ശബരിമല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോരാത്തതിന് ശബരിമലയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകൂ എന്ന് നമ്മുടെ മനോരമയിലെ ഷാനി പ്രഭാകരക അടിച്ചു വിടുന്നത് കണ്ട് നമ്മുടെ പ്രബുദ്ധര് നേരെ ചെന്ന് കോൺഗ്രസിന് വോട്ട് കുത്തിയതാണ്. അങ്ങനെ കുത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കുത്തൊരു വല്ലാത്ത കുത്തായി പോയെന്നും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. പക്ഷേ ഇത്തവണ സാഹചര്യം അമ്പാടെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തവണ ശബരിമല എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭം, വിഷയം, കാര്യങ്ങളൊന്നും ഇല്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെ സമാഹരിച്ചു വെച്ചിരിക്കുന്ന വോട്ട് അത് കുമ്മനം രാജശേഖരൻ ആയതുകൊണ്ടാണ് അത്രയും വോട്ട് കിട്ടിയത്. ആ വോട്ട് ശബരിമല പ്രക്ഷോഭവും കൂടെ ചേർന്നപ്പോൾ വലിയ ഒരു എഫക്റ്റായിട്ട് അവിടെ പ്രതിഫലിച്ചു. അതേ വോട്ട് ഇത്തവണ ശോഭന ഇവിടെ നിന്ന് മത്സരിച്ചാൽ കിട്ടില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ വന്ന് മത്സരിച്ചാൽ ഒട്ടും കിട്ടില്ല എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. കാരണം ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആർക്കും യാതൊരുവിധ വിലയുമില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ തിരുവനന്തപുരത്തുകാർ പറയും, എൻ്റെ ഒരു പാള കുറിയും മറ്റേ കസവും മുണ്ടും കയ്യിലെ മറ്റേ ആനയുടെ തുടല് പോലെയുള്ള ബ്രേസ്ലെറ്റും ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമ്മുടെ CPMകാരെ കണ്ട് പഠിക്കണം. ഇതൊക്കെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെയൊന്നും വന്ന് നിന്നാൽ തിരുവനന്തപുരത്തുകാർ മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഈ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണയും ജയിക്കാൻ സാധ്യതയുള്ളത് ശശി തരൂർ തന്നെയാണ് എന്നുള്ളത് വേറൊരു കാര്യം. BJPക്ക് അത് പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇത്തവണ യാതൊരുവിധ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാതെ തെക്കും വടക്കും നടന്നിട്ട് നമ്മളിപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചരിത്രം കുറച്ച് പറയുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ ചാൾസ് 3 തവണ ശക്തമായിട്ട് നിന്ന് ഹാട്രിക് അടിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത്. 1996 CPI അവിടെ ചാൾസിൽ നിന്നും CPIയുടെ സുരേന്ദ്രനാഥ് അത് പിടിച്ചെടുക്കുന്നത്. ആശാൻ എന്നായിരുന്നു സുരേന്ദ്രനാഥിനെ വിളിച്ചിരുന്നത്. പുള്ളിക്കാരൻ അത് അവിടെ നിന്ന് പിടിച്ചെടുത്തു. ഇതോടുകൂടി കോൺഗ്രസിന് വലിയ ജലസായി. കോൺഗ്രസ് അവിടെ കരുണാകരനെ നിർത്തി. കരുണാകരന് ശക്തമായിട്ട് വേരോട്ടമുള്ള മണ്ഡലമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത് അന്തക്കാലത്ത്. പിന്നെ മുരളീധരൻ ഇവിടെ വന്ന് നിയമത്തൊക്കെ കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ തോറ്റ് തുഞ്ഞമ്പാടി പോയി എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ ചാൾസിൽ നിന്നും K. സുരേന്ദ്രനാഥ് ഈ മണ്ഡലം 1996 പിടിച്ചെടുത്തപ്പോൾ അവിടെ സാക്ഷാൽ കരുണാകരൻ ആ മണ്ഡലത്തിൽ വന്ന് നിന്ന് ജയിച്ചു. പിന്നീട് VS ശിവകുമാർ അവിടെ നിന്ന് ജയിച്ചു. അങ്ങനെ ഒടുവിൽ 2004 PKV എന്നറിയപ്പെടുന്ന PK വാസുദേവൻ നായർ കേവലം 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPIയുടെ അവിടെ നിന്ന് വീണ്ടും ജയിച്ചു കയറുകയാണ്. അത് കഴിഞ്ഞ് 2005 ആയപ്പോഴേക്കും പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ പന്ന്യൻ അണ്ണൻ വരുന്നു. 2005 പന്ന്യൻ അണ്ണൻ വരാനായിട്ടുള്ള കാരണം PKVയുടെ നിര്യാണത്തോടു കൂടിയാണ്. 2004 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2005 പുള്ളിക്കാരൻ മരണപ്പെടുന്നു. വീണ്ടും അവിടെ ബൈ ഇലക്ഷൻ വരുന്നു. അങ്ങനെ പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കാനായിട്ട് വരുന്നു. പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കാനായിട്ട് വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ വോട്ടിംഗ് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 74,000 വോട്ടുകൾക്ക് മേലെയാണ് ഭൂരിപക്ഷം. ഇതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ആ സമയത്ത് അവിടെ കോൺഗ്രസ് പന്ന്യൻ രവീന്ദ്രനെ സപ്പോർട്ട് ചെയ്തു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ K. കരുണാകരൻ ആ സമയത്ത് കോൺഗ്രസുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയമായിരുന്നു. ആ പിണങ്ങി നിൽക്കുന്ന സമയത്ത് പന്ന്യൻ രവീന്ദ്രന് K. കരുണാകരൻ കയറി അങ്ങ് പിന്തുണ കൊടുത്തു. പന്ന്യൻ രവീന്ദ്രൻ അടിച്ചു കയറി മോളിൽ പോയി. ലോട്ടറി അടിച്ചതുപോലെ നമ്മുടെ കണ്ണസ്രാങ്ക് ചായക്കടയിൽ വന്നിരിക്കുന്നത് പോലെ ഇതൊക്കെ എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ നേരെ പാർലമെന്റിലേക്ക് കയറിപ്പോയി. പന്ന്യൻ രവീന്ദ്രൻ അവിടെ പാർലമെന്റിലേക്ക് കയറിപ്പോയി മത്സരിച്ച ശേഷമാണ് പിന്നെ അവിടെ ശശി തരൂരിന്റെ എൻട്രി ഉണ്ടാകുന്നത്. 2009 ശശി തരൂർ അടിച്ച് വാരി വിജയിച്ചു. ശശി തരൂരിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട സാഹചര്യമേ ഉണ്ടായിട്ടില്ല. ശശി തരൂർ ഹാട്രിക് അടിച്ച് നിൽക്കുകയാണ് ഈ മണ്ഡലത്തിൽ. ഇത്തവണ ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ചാൾസിന്റെ റെക്കോർഡ് ശശി തരൂർ പൊട്ടിക്കും എന്നുള്ള കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ശശി തരൂരിനോട് അവിടെ 2014 O. രാജഗോപാൽ മത്സരിക്കാനായിട്ട് വന്നു. അത്തവണയും BJP 2ാം സ്ഥാനമാണ് അവിടെ നേടിയത്. കാരണം അത്തവണ അവിടെ CPM അവിടെ ബെന്നറ്റ് എബ്രഹാം എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാത്ത, നമ്മളിപ്പോൾ ശോഭനയെ കൊണ്ട് നിർത്താൻ പോകണമെന്ന് പറയും പോലെ ബെന്നറ്റ് എബ്രഹാം ആരോ എന്ന് പറയുന്ന ഒരാളെയാണ് കൊണ്ട് നിർത്തിയത്. ബെന്നറ്റ് എബ്രഹാം ഓടി നടന്ന് തോറ്റു എന്ന് വേണം പറയാൻ. ബെന്നറ്റ് എബ്രഹാം ഓടി നടന്ന് തോറ്റതിന് ശേഷം 2019 അവിടെ
സി ദിവാകരനെയാണ് കൊണ്ട് നിർത്തിയത്. നമ്മുടെ മുൻ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള സി ദിവാകരൻ അതും ഒരു ബലിയാടായിരുന്നു. അപ്പോഴാണ് കുമ്മനം രാജശേഖരൻ അവിടെ നിൽക്കുന്നതും 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ BJPക്ക് വേണ്ടി സമാഹരിക്കുന്നതും 4,16,131 വോട്ടിന് ശശി തരൂർ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുന്നതും. ഇത്തവണയും ശശി തരൂർ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പുറത്തെ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ വന്നിരിക്കുകയാണ്. പക്ഷേ പന്ന്യൻ രവീന്ദ്രൻ ഇത്തവണ ജയിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തവണ കെ കരുണാകരൻ എഫക്റ്റ് ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ CPIക്കാർ പോലും തിരുവനന്തപുരത്ത് വോട്ട് കുത്തുന്നത് നായരായിട്ടുള്ള കസവ് മുണ്ടൊക്കെ എടുത്ത് ഉടുത്തിട്ടുള്ള നമ്മുടെ ശശി തരൂരിന് തന്നെയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ജാതി സമവാക്യങ്ങളൊക്കെ പാർട്ടി നോക്കിയായിരിക്കുമല്ലോ നിർത്തുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് നമ്പർ 1 ആയിട്ട് ഒരു പടി മുന്നിലോട്ട് എടുത്തിട്ടാണ് ശശി തരൂരിനെ തന്നെ കൊണ്ടുവിടെ നിർത്തിയത്. ഒന്നെങ്കിൽ നായരായിരിക്കണം അല്ലെങ്കിൽ നാടാരായിരിക്കണം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ശശി തരൂർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ശശി തരൂരിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനായിട്ട് ശോഭനയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശോഭന ഒരു സംശയവും വേണ്ട, എറിഞ്ഞു തോക്കും. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.